അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മിഹ്റാബ് ഉണ്ടായിരുന്നു. പള്ളിയിൽ നിന്ന് നാം കാണുന്ന മിഹ്റാബ് നബി തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പലർക്കുമുള്ള സംശയമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലോ 4 ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തോ പള്ളികൾക്ക് മിഹ്റാബ് ഉണ്ടായിരുന്നില്ല. എന്നാൽ മിഹ്റാബ് പള്ളിയിൽ ആദ്യമായി ഉണ്ടാക്കിയത് വിശുദ്ധ ഇസ്ലാമിൻ്റെ 5ാം ഖലീഫ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. ഈ ഒരു കാര്യം ബഹുമാനപ്പെട്ട പ്രമുഖ പണ്ഡിതനായ മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഗ്രന്ഥമായ മിർഖാത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ, അതുപോലെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിലോ മസ്ജിദുകൾക്ക് മിഹ്റാബ് ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഹ്റാബ് എന്ന് ഫുഖഹാക്കൾ പറയുന്നതിൻ്റെ ഉദ്ദേശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഹ്റാബ് എന്ന് പണ്ഡിതന്മാർ പറയുന്നതിൻ്റെ ഉദ്ദേശം നബി തങ്ങൾ നിസ്കരിക്കുമ്പോൾ നിന്ന സ്ഥലം എന്നാണ്. അല്ലാതെ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരിക്കലും മിഹ്റാബ് ഉണ്ടായിരുന്നില്ല. പല ആളുകൾക്കുമുള്ള സംശയങ്ങളാണ്. ഇന്ന് നാം മിഹ്റാബുകൾ കാണുന്നു പള്ളികളിൽ. ആ മിഹ്റാബ് നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരിക്കലും മിഹ്റാബ് ഉണ്ടായിരുന്നില്ല. പിന്നെ നബിയുടെ മിഹ്റാബ് എന്ന് നാം പല സ്ഥലങ്ങളിലും പല ഗ്രന്ഥങ്ങളിലും നാം കാണുന്നത് അത് നബി തങ്ങൾ നമസ്കരിച്ച സ്ഥലം, നബി തങ്ങൾ നമസ്കരിക്കാൻ നിന്ന സ്ഥലം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പല ആളുകൾക്കുമുള്ള സംശയമാണ് ഇങ്ങനെ. അതുകൊണ്ട് തന്നെ മിഹ്റാബ് ആദ്യമുണ്ടാക്കിയത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനവറുകളുടെ കാലഘട്ടത്തിലാണ് ആദ്യമായി മിഹ്റാബ് ഉണ്ടാക്കിയത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.